വിദ്യാർത്ഥികൾ വിദേശ വിദ്യാഭ്യാസം തേടുന്നത് ആഗോള പ്രതിഭാസമാണെന്ന് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി. വിസ നിയമങ്ങളിൽ ഉണ്ടായ മാറ്റവും തൊഴിൽ ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യാം എന്നതുകൊണ്ടുമാണ് വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ കുടിയേറുന്നത്. അല്ലാതെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം മോശമായതല്ല കാരണം എന്നും സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിൽ പാളിച്ചകൾ ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റുഡന്റ് മൈഗ്രേഷൻ എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗോള പ്രതിഭാസമാണ്. ഗ്ലോബലൈസേഷന്റെ കാലമാണ് സർ. ആഗോളവൽക്കരണ കാലത്ത് രാജ്യത്തിന്റെ അതിർത്തി രേഖകൾ അപ്രസക്തമാകുകയാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ട് യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. എയർലൈൻസുകളുടെ എണ്ണം കൂടുതൽ, വിവര സാങ്കേതിക വിപ്ലവം, കമ്മ്യൂണിക്കേഷൻ രംഗത്തുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, വിദ്യാഭ്യാസ വായ്പകളുടെ വർദ്ധിച്ച ലഭ്യത, ഇതൊക്കെ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിന് ആക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പ്രയാസപ്പെടുകയും തൊഴിലെടുക്കുന്നവരുടെ എണ്ണം ആവശ്യത്തിന് ഇല്ലാതെ വരികയൊക്കെ ചെയ്യുന്ന വികസിത രാജ്യങ്ങൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വികസ്വര രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനുള്ള കൂടുതലായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സ്റ്റുഡൻറ് മൈഗ്രേഷനെ നമ്മൾ കാണേണ്ടത്. വിദ്യാർത്ഥികളുടെ കുടിയേറ്റം എന്ന് പറയുന്നത് കേരളത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രായണ കുടിയേറ്റം കുറഞ്ഞ ഒരു സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കേരളമുള്ളത്.